ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്ന പോളിടെക്നിക് റിവിഷൻ 2021 പഠിക്കുന്ന സെക്കൻഡ് സെമ്മിലെയും അതുപോലെ തന്നെ ഫോർത്ത് സെമ്മ് അതുപോലെ തന്നെ സിക്സ്ത് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എക്സാമാണ്. അപ്പോൾ ഫസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത്, സാറേ നമ്മുടെ നവംബർ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരും. ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി ആകും നിങ്ങളുടെ റിസൾട്ട് വരാനായിട്ട്. ഒരു ഫെബ്രുവരി 15 കൂടിയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതിനുശേഷം നിങ്ങൾ ചോദിക്കാം, സാറേ ഫെബ്രുവരിക്ക് 15 ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിൽ കമൻറ്റ് ചെയ്യുക, സാർ എന്ന് വരുമായിരിക്കാം. മേ ബി ഇതുവരെ വാല്യുവേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജനുവരി 15 ശേഷമായിരിക്കും വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ സെമസ്റ്റർ 1 കുട്ടികളുടെ ലാബ് എക്സാം ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓൾറെഡി ഡിസംബറിലൊക്കെ പരീക്ഷയൊക്കെ എഴുതി എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെമ്മിലെ വിദ്യാർത്ഥികൾക്ക്, ഫോർത്ത് സെമ്മിലെ വിദ്യാർത്ഥികൾക്ക്, സിക്സ്ത് സെമ്മിലെ വിദ്യാർത്ഥികൾക്ക്, സിക്സ്ത് സെമ്മ് വിദ്യാർത്ഥികളുടെ കാര്യം ആദ്യമേ പറയാം. നിങ്ങൾ ഓൾമോസ്റ്റ് ഇനി S6 വലിയ സബ്ജക്റ്റുകളൊന്നും പഠിക്കാനൊന്നുമില്ല. ഇൻറ്റേൺഷിപ്പിനൊക്കെ പോയ വിദ്യാർത്ഥികൾ BTech ലെറ്റിന് വേണ്ടി എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. BTech ലെറ്റ് 2025 വേണ്ടി എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പ്ലേസ്മെൻ്റ് ആണ് സാറേ ഞാൻ നോക്കുന്നത്. നിങ്ങൾ പ്ലേസ്മെൻറ്റ് നോക്കുക. നിങ്ങൾ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ BTechൻ്റെ ലെറ്റ് എക്സാം എഴുതുക. ലെറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ട് എങ്കിൽ കേരളത്തിലെ ടോപ്പ് കോളേജസ്, ഗവൺമെൻറ് കോളേജസ്, എയ്ഡഡ് കോളേജസ്, ടോപ്പ് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഒരു ജോലി എന്ന് പറയുന്നത് 15,000-20,000 രൂപ ജോലിയാണ് കിട്ടുന്നത്. പക്ഷെ അതിനെക്കാട്ടി നിങ്ങൾ ഈ BTech നല്ലൊരു ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും കാലിബർ, നിങ്ങൾ ആ ഒരു കാലിബർ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് എന്ത് അഡ്മിഷൻ കിട്ടി, നല്ല കമ്പനീസ് പ്ലേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പോകും. നിങ്ങൾക്കിപ്പോൾ വാങ്ങുന്നതിനെക്കാട്ടി ഇരട്ടി സാലറി നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻജിനീയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പലരും നമ്മുടെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുന്ന കുട്ടികൾ കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം പോളി എന്ത് BTech എന്ത്. പോളി BTech എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര വലുത് തന്നെയാണ്. ഞാനും പോളി BTech കാരനാണ്. അതുകൊണ്ടാണ് പറയും, നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ പോളി BTechന് ഉള്ള ഒരു നിലവിലൊരു പ്രിവിലേജ് ഉണ്ട്. ഒരു ലാബ് വൈസ് ആണെങ്കിൽ പോലും പലരും ഒരു പരുവത്തിനൊക്കെ ഇങ്ങ് പോളി കഴിഞ്ഞു, പരുവത്തിൽ BTechന് കയറി എന്നുള്ളവരല്ല, അത്യാവശ്യം അക്കാഡമിക്കൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. ഫോർത്ത് സെമ്മിൻ്റെ ഉള്ള വിദ്യാർത്ഥികളുടെ കാര്യം ഇനി പറയാം. അവർക്ക് ഇനി സെക്കൻഡ് സെമ്മിൽ സപ്ലി ഉണ്ടാവും അല്ലേ? ആ സെക്കൻഡ് സെമ്മിൻ്റെ സപ്ലിയും S4ൻ്റെ സബ്ജക്റ്റൊക്കെ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് വളരെ ഷോർട്ട് സെമ്മാണ് നമുക്ക് വരുന്നത്. ഈ ഒരു സെമസ്റ്ററിൽ നമുക്കിപ്പോൾ ജനുവരിയിലായിരിക്കും ഓൾമോസ്റ്റ് നമുക്ക് നല്ല ഫുൾ സ്ട്രെച്ചിൽ ക്ലാസ് ഓഫ്. ജനുവരി ടു മാർച്ചേ ഉള്ള ക്ലാസ് കേട്ടോ. ഈ ഒരു 3 മാസമായിരിക്കും ക്ലാസ് കിടക്കുന്നത്. ഇതിനകത്ത് ഇൻ്റർ സോണലിൻ്റെ സ്പോർട്സ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ കോളേജിലെ ആർട്സ് ഉണ്ട്, ഇൻ്റർപോളി ഉണ്ട്. അപ്പം ഈ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്ന ഈ ഒരു ഷോർട്ട് ടൈമിലായിരിക്കും. ഏപ്രിൽ പരീക്ഷയും നടക്കും. അപ്പോൾ ഏപ്രിൽ ഒരു 20-ാം തീയതിയോടുകൂടിയൊക്കെ നമുക്കൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഏപ്രിൽ പറയും, ഒരു 20ഓടുകൂടി എക്സാം നടക്കും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രോജക്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വരാനുള്ള ഒരു ടൈമൊന്നും കിട്ടത്തില്ല. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചോടെ. S2ൻ്റെ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കുക, S6 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് S5ൻ്റെ എക്സാം ഏപ്രിൽ കിട്ടും. 2025 ഏപ്രിൽ എക്സാമിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 2ാമത്തെ സെമ്മിൻ്റെയും 4ാമത്തെ സെമ്മിൻ്റെയും 5ാമത്തെ സെമ്മിൻ്റെയും 6ാമത്തെ സെമ്മിൻ്റെയും പരീക്ഷ എഴുതാനായിട്ട് പറ്റും. 4ാമത്തെ സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2ാമത്തെ സെമ്മിൻ്റെയും 4ാമത്തെ സെമ്മിൻ്റെയും പരീക്ഷ എഴുതാനേ പറ്റത്തുള്ളൂ. സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പോളിയുടെ പരീക്ഷ എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലേ? ശരി. അപ്പോൾ ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. ബാക്ക് പേപ്പേഴ്സ് ഒന്നും ഇല്ലാണ്ട് നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്ത് BTech ലെറ്റൊക്കെ നമുക്ക് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഫോർത്ത് സെമ്മിൽ പഠിക്കുന്ന ലാറ്ററൽ എൻട്രി കയറിയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ അതിന് തന്നെ നമ്മൾ പോളിടെക്നിക്കിൻ്റെ സബ്ജക്റ്റുകളെല്ലാം തന്നെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പും കോഴ്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. ആപ്പ് സ്റ്റോറിലും ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ തന്നെ ക്ലാസ്സസ് പഠിച്ചു തുടങ്ങാം. പോളിയുടെ സബ്ജക്റ്റുകളൊക്കെ ഉള്ള പോളിയുടെ അധ്യാപകർ തന്നെയാണ് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ക്ലാസ്സുകളെല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സെമ്മിൻ്റെയും സെക്കൻഡ് സെമ്മിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ എന്ത് ചെയ്യും, സെക്കൻഡ് സെമ്മ് പഠിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുട്ടികൾക്കും ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉൾപ്പെടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓരോ മോഡ്യൂളിനെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയറിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ, 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ
ബാക്ക് പേപ്പർ എന്ന് പറയുന്നതിനെ പേടിക്കേ വേണ്ട. പോളി അത്യാവശ്യം പഠിക്കാൻ വേണ്ടി ഒരുപാടുള്ള കണ്ടൻ്റ് ഒന്നുമില്ല. നമ്മുടെ ടെക്നിക്കൽ കോഴ്സിൽ ITI 20 മാർക്ക് പരീക്ഷയും ബാക്കി 50 മാർക്ക് പ്രാക്ടിക്കലും. പോളിടെക്നിക്കിൽ വന്നു കഴിഞ്ഞാൽ അത്രയും ഒരു എഫേർട്ട് വരുന്നില്ല. നമ്മുടെ തിയറി സബ്ജക്റ്റുകൾ അതായത് നമ്മൾ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്റ്റുകൾ കുറവാണ്. ആ സമയത്ത് നമ്മൾ BTechന് പോയി കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൂടുതലാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ടെക്നിക്കൽ കോഴ്സ് വരുന്നത്, ITI, പോളി, BTech എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ജോലി കയറുമ്പോഴും നമ്മൾ വരുന്നത് വർക്കേഴ്സ് എന്ന് പറയുന്ന ITIക്കാർ, സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്ന പോളിക്കാർ, എൻജിനീയേഴ്സ് എന്ന് പറയുന്ന BTechക്കാർ. ആ ഒരു കാറ്റഗറൈസേഷനും അപ്പോൾ അവർ പഠിക്കുന്ന ഇതനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് വരുന്നതാണ് ഓരോ പ്രൊഫഷനിൽ. അപ്പം ഇപ്പോഴും തന്നെ 2021 റിവിഷനിൽ സെക്കൻഡ് സെം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റുകൾ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്, പഠിക്കാം. അപ്പം വളരെ ഫീസ് കുറച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. സബ്ജക്റ്റ് നമുക്ക് വരുന്ന 1000 രൂപയേ ഉള്ളൂ. 4 മോഡ്യൂളിൻ്റെ ക്ലാസ് കിട്ടും. ഒരു സെമസ്റ്ററൊക്കെ ആണെങ്കിൽ 2500 രൂപയൊക്കെ ഉള്ളൂ നിങ്ങൾക്കൊരു സെമ്മ് പഠിക്കാനായിട്ട്. അപ്പം ആ ഒരു രീതിയിൽ നമുക്കൊരു ബാക്കപ്പ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സയൻസ് ടെക് ക്ലാസ് എടുത്തിട്ടാൽ നമ്മുടെ സീരീസ് എക്സാമിനായാലും അല്ലെങ്കിൽ നമ്മൾ ആർട്സും സ്പോർട്സും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആവുന്നതിൻ്റെ ഇടയിൽ സീരീസ് എക്സാമിന് മിസ്സായി പോകുന്ന ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.